ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നമ്മളൊരു ചെടിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കലാത്തിയ പ്ലാന്റ് ആണ്. നമ്മൾ ലീഫി പ്ലാന്റ്സിൽ ഏറ്റവും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഈ കലാത്തിയ പ്ലാന്റിൽ. എന്തോരം വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, കളർ വേരിയേഷൻസിലായാലും ആ ലീഫിൻ്റെ ഒരു അപ്പിയറൻസിലായാലും ഷേപ്പിലായാലും കലാത്തിയ പ്ലാന്റ് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കി നിർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. എന്തൊക്കെ കളർ ഷെയ്ഡിലാണല്ലേ ഉള്ളത്. അതുപോലെ തന്നെ എൻ്റെ ബാക്ക് സൈഡും ഒരുപോലെ അടിപൊളിയായിട്ടാണ്. ഈ ഒരു കളറിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിനെ തന്നെ എല്ലാവരും ആകർഷിക്കുന്നത്. കാരണം ഇപ്പം ഗാർഡനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയായിരിക്കും. കാരണം ലീഫി പ്ലാന്റ്സിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലാത്തിയ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ടും, അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന കലാത്തിയ ഓർബിഫോളിയ എന്നുള്ളൊരു ഐറ്റം റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇത് നമ്മൾ ഒരു ഗാർഡനിൽ നിന്ന് നമ്മൾ കിട്ടിയതായിരുന്നു, നഴ്സറി പോയപ്പോൾ കളക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മണ്ണുമായിട്ട് യോജിപ്പിച്ചിട്ട് നിർത്താനും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട്. കലാത്തിയ ഡോട്ടി, അതുപോലെ തന്നെ കലാത്തിയ സെബ്രിയ, കലാത്തിയ പിൻട്രസ്റ്റ്, ഓർണേറ്റ. ഇത് കലാത്തിയ ഓർണേറ്റ കേട്ടോ. നല്ല പിങ്ക് സ്ട്രൈപ്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ നല്ല ഷെയ്ഡിൽ വെക്കും തോറും ആ സ്ട്രൈപ്സിന് വ്യത്യാസം ഉണ്ടാകും. കാരണം സാധാരണ ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ നല്ല ഷെയ്ഡിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല പിൻട്രസ്റ്റ് എന്നും കൂടി ഇതിനൊരു പേരും കൂടിയുണ്ട്. 2 ദിവസം മുന്നേ നമ്മളൊരാഴ്ചയായിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പുതിയ ഇല വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കലാത്തിയ മരാന്ത എന്ന് പറയുന്നൊരു ടൈപ്പാണ്. നമ്മുടെ സെബ്രിയ ആയിട്ട് ഒരു സാമ്യം ഉണ്ട് കേട്ടോ. കാരണം സെബ്രിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ലൈറ്റായിട്ടുള്ള ഒരു പ്രതലത്തിൽ നല്ല ഡാർക്കായിട്ടുള്ള വേരിയേഷൻസാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കലാത്തിയ മരാന്ത എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇതൊക്കെ പണ്ട് എല്ലാവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് തന്നെ നല്ല പോട്ടിലാക്കി നല്ലൊരു സ്പോട്ടിൽ പ്ലേസ് ചെയ്താൽ നമ്മുടെ ഗാർഡനും അതുപോലെ തന്നെ മുറ്റത്തിനൊക്കെ തന്നെ ഒരു അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഫ്ലവേഴ്സ് ഇല്ല എന്നുള്ളൊരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഫ്ലവേഴ്സ് ഉള്ളൊരു ടൈപ്പ് കലാത്തിയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് വേരിയേഷൻസ് ഉള്ളതാണ്. ഇതിലൊരു വൈറ്റ് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ പൂവുണ്ടായപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല വലുതായിട്ട് പോകുന്നൊരു ടൈപ്പും കൂടിയാണ് കേട്ടോ. ഈ ഒരു കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത് വെട്ടി നമുക്ക് കട്ട് ചെയ്ത് ബുഷാക്കി വളർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കലാത്തിയയിലുള്ള ഒരു എന്താ പറയുക കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി റീപോർട്ട് ചെയ്യാനുള്ള പ്ലാന്റിലേക്ക് കിടക്കാം. ഇത് കലാത്തിയ ഓർബിഫോളിയ എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴാട്ടോ നമുക്ക് പേരറിയുന്നത്. പിന്നെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് വേഗം നമുക്ക് മനസ്സിലാവും ഇത് കലാത്തിയ പ്ലാന്റ് ആണെന്ന്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റാം. നമ്മൾ അതിനായിട്ട് ഈ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടാൻ ശ്രദ്ധിക്കണം. കലാത്തിയ പ്ലാന്റ് ഒക്കെ ഒരുപാട് വെള്ളം കെട്ടിക്കിടന്നുണ്ടെങ്കിൽ ചീഞ്ഞ് പോകാനൊരു ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം. ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. സാധാരണ ഗാർഡനിങ് സോയിലുണ്ട്, പിന്നെ ഉണക്ക ചാണകപ്പൊടിയും കൂടി ഉണ്ട്. ഇത്രയും നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുള്ളൂ. നമുക്ക് ചകിരിച്ചണ്ടിയൊക്കെ കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളം എന്നുള്ള രീതിയിൽ നമ്മൾ ഉണക്ക കരിയിലൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പം കുറച്ച് ഇലകൾക്കൊക്കെ അത്ര ഷൈനിങ് ഒന്നും ഇല്ലെങ്കിലും നമ്മളത് മേടിച്ച് വളർത്തിയാൽ പുതിയ തൈകളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ചെടി കളക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. വലിയ വലുപ്പമുള്ളതൊന്നും എടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പോട്ടി മിക്സും പിന്നെ ബാക്കി ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പോട്ടിലെ മണ്ണും കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഒരു നല്ലപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ബാക്കി വെള്ളം ഇളകി പോകുന്ന മണ്ണായിരിക്കും മണ്ണിട്ട് കൊടുക്കുക. കാരണം അത്യാവശ്യം വെള്ളം കെട്ടി കിടന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോട്ടും നമ്മളെ പോട്ടി മിക്സും സെറ്റ് ആവുന്നതാണ്. നല്ലൊരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ പ്ലേസ് ചെയ്യുക. ബാൽക്കണി സൈഡ് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ ഒക്കെ ഭാഗത്ത് കണലുള്ള ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻസും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം റിപ്പോർട്ടിങ്ങൊക്കെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. നമ്മളെ പിൻട്രസ്റ്റിൻ്റെ കളക്ഷനാണ്.
ഇത് ഷെയ്ഡിൽ വെക്കുന്നതോറും കേട്ടോ ഇതിൻ്റെ ഒരു ഇലേൻ്റെ ഒരു ആ ഭംഗി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലുള്ള അടിപൊളി കളക്ഷൻസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.